നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പതയുന്ന പഴിവചനം. ബാർക്കോഴ കേസിൽ വിജിലൻസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിനു പിന്നാലെ പരസ്പരം പഴിചാരി ശങ്കർ റെഡ്ഡിയും സുകേശനും. മുൻ വിജിലൻസ് ഡയറക്ടർക്കെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന റിപ്പോർട്ട് ചോദ്യം ചെയ്ത സുകേശൻ കേസ് ഡയറി തിരുത്താൻ ശങ്കർ റെഡ്ഡി ആവശ്യപ്പെട്ടെന്നും കോടതിയിൽ താൻ സമർപ്പിച്ചത് അദ്ദേഹം പെൻഡ്രൈവിൽ നൽകിയ റിപ്പോർട്ടെന്നും മൊഴി. അതേസമയം അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേഷിന്റെ ആരോപണങ്ങൾ തള്ളി ശങ്കർ റെഡ്ഡി. സുകേഷിന് വിശ്വാസ്യതയില്ലെന്നും ബിജു രമേശുമായുള്ള ബന്ധം നേരത്തെ വെളിപ്പെട്ടതാണെന്നും ആക്ഷേപം. കേസിലെ ഏക സാക്ഷിയായ അമ്പിളിയുടെ മൊഴി കെട്ടിച്ചമച്ചതാണെന്നും മുൻ വിജിലൻസ് ഡയറക്ടർ. വിധിയിൽ വെള്ളം ചേർക്കില്ല. ദേശീയപാതയോരത്തെ മദ്യവിൽപ്പന നിരോധിച്ച ഉത്തരവിൽ ആർക്കും ഇളവില്ലെന്ന് സുപ്രീം കോടതി. പ്രത്യേക ഇളവ് നൽകുന്നത് വിധിയുടെ ലക്ഷ്യത്തെ ഇല്ലാതാക്കും. നടപടി ബാറുകൾ പൂട്ടാൻ 1 വർഷത്തെ സാവകാശം ആവശ്യപ്പെട്ട് മാഹിയിലെ മദ്യശാല ഉടമകൾ നൽകിയ ഹർജിയിൽ ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഇളവ് നൽകിയാൽ മറ്റുള്ളവരും സമാന ആവശ്യം ഉന്നയിച്ച് കോടതിയിലെത്തും. ഇത് വിധി നടപ്പാക്കുന്നതിൽ കാലതാമസം ഉണ്ടാക്കുമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നിരീക്ഷണം. ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്റർ പരിധിയിൽ വരുന്ന എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടത് ഡിസംബർ 15-ന്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ വിധി നടപ്പാക്കി തുടങ്ങിയതിനിടെയാണ് ഒരു വിഭാഗം വീണ്ടും കോടതിയെ സമീപിച്ചത്. പരിഹാരം പിളർപ്പിലേക്ക്. സിനിമാ സമരം തുടരുന്നതിനിടെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ പിളർത്തി ബദൽ സംഘടനയുമായി നിർമ്മാതാക്കളും വിതരണക്കാരും. പുതിയ സംഘടനയ്ക്ക് രൂപം നൽകാൻ നാളെ കൊച്ചിയിൽ നടൻ ദിലീപിന്റെ സാന്നിധ്യത്തിൽ യോഗം. മുടങ്ങിയ ക്രിസ്മസ് ചിത്രങ്ങളുടെ റിലീസിംഗ് തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. എക്സിബിറ്റേഴ്സ് ഫെഡറേഷനിലെ ഭിന്നതയെ തുടർന്ന് എതിർചേരിയിലേക്ക് എത്തുന്നത് 51 തിയേറ്ററുകൾ. സിനിമ പ്രദർശിപ്പിക്കരുതെന്ന സംഘടനയുടെ വിലക്ക് മറികടന്ന് തമിഴ് ചിത്രം ഭൈരവ ഇന്ന് റിലീസ് ചെയ്തത് 21 A ക്ലാസ് തിയേറ്ററുകളിൽ. ബദൽ സംഘടന ഉണ്ടായാൽ കൂടുതൽ തിയേറ്റർ ഉടമകൾ നിർമ്മാതാക്കൾക്ക് ഒപ്പം ചേരുമെന്നും സൂചന. അതേസമയം സിനിമാ പ്രതിസന്ധിക്കിടെ സംഘടനാ ഭാരവാഹികളുടെ യോഗം വിളിച്ച സർക്കാർ. ഈ മാസം 25-ന് മന്ത്രി AK ബാലന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയിൽ മുഖ്യ അജണ്ട ഫിലിം റെഗുലേറ്ററി ബോർഡ് രൂപീകരണം. യോഗത്തിലേക്ക് നടനും MP-യുമായ സുരേഷ് ഗോപിക്കും ക്ഷണം. താക്കീതുമായി കരസേന. ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇന്ത്യ. വേണ്ടിവന്നാൽ അതിർത്തി കടന്ന് കൂടുതൽ മിന്നലാക്രമണങ്ങൾ നടത്തുമെന്ന് കരസേന മേധാവി ബിപിൻ റാവത്ത്. താക്കീത് കശ്മീരിലെ അഖ്നൂരിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇന്ത്യൻ മാതൃകയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയെന്ന ഹാഫിസ് സയ്യിദിന്റെ അവകാശവാദത്തിന് പിന്നാലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നടന്ന ഏറ്റുമുട്ടലിൽ 30 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത തെറ്റെന്ന് കരസേന. ജെയ്ഷെ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 3 തദ്ദേശവാസികളെന്നും വിശദീകരണം. അഖ്നൂർ ഏറ്റുമുട്ടലിൽ 30 ഇന്ത്യൻ സൈനികരെ വധിച്ചുവെന്ന ഹാഫിസ് സയ്യിദിന്റെ അവകാശവാദം മുസഫർബാദിൽ നടന്ന സമ്മേളനത്തിൽ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2710 രൂപ, പവൻ 21,680 രൂപ, വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.